കർണാടകയിലെ ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇന്ന് കർണാടക നിയമസഭയിൽ ചർച്ചയാകും. കേസിലെ അന്വേഷണ പുരോഗതി വ്യക്തമാക്കണമെന്നാണ് BJP ആവശ്യപ്പെടുക. 13ാം സ്പോട്ടിലെ പരിശോധന ഇന്നും തുടരുമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ അരുൺ മുട്ടട, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, ഒരു പരാതി പറഞ്ഞു നമ്മൾ ഈ കേസ് ഫോളോ ചെയ്യുന്നില്ല. റഹീസ് അവിടെ കിടന്ന് സെക്യൂരിറ്റി പ്രശ്നമായി മാറിയിട്ടുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. മാത്രമല്ല, ജീവൻ പണയം വെച്ച റഹീസ് നടത്തിയ റിപ്പോർട്ടുകളും നമ്മുടെ അലമാരയിലുണ്ട്. പറയൂ റഹീസ്. ധർമ്മസ്ഥലയിലെ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയുടെ ഓരോ വിവരങ്ങളും നമ്മൾ എല്ലാ ദിവസവും നൽകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ 13ാം സ്പോട്ടിൽ നടന്ന തെരച്ചിലാണ്. ആ തെരച്ചിലിന്റെ GPR പരിശോധന അത് ഇന്നലെ വലിയ തിരിച്ചടിയാണ് ആ ഒരു പരിശോധനയിൽ നേരിട്ടത്. കാരണം ഈ ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ സ്നാനഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് GPR ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. അതിനുശേഷം കുഴിച്ചു പരിശോധിച്ചു. അവിടെ ഈ 10 അടിയോളം പരിശോധിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെള്ളം കാണുകയാണ് ചെയ്തത്. പക്ഷേ എത്രയധികം പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഇത് പമ്പ് ചെയ്ത് കളഞ്ഞിട്ടും ഈ വെള്ളം വറ്റിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടും കുറെ അധികം താഴ്ചയിലേക്ക് 2 മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ 13ാം സ്പോട്ടിൽ ഇന്നും പരിശോധന തുടരുമെന്നാണ് SIT സംഘം അറിയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്ന് കർണാടക നിയമസഭയിൽ ഈ വിഷയം ചർച്ചയായി വരികയാണ്. പ്രധാനമായും ഇന്നലെ BJP നേതാക്കളൊക്കെ തന്നെയും ഇതൊരു ക്ഷേത്രത്തിനെതിരായ ഒരു അറ്റാക്കാണ് എന്ന നിലയിൽ നിയമസഭയിൽ സംസാരിക്കുകയുണ്ടായി. അതിനിടയിൽ ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ അവസരം നൽകാമെന്ന് സ്പീക്കർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാകും. മാത്രമല്ല 17ാം തീയതി BJP MLA-മാർ ഇത്തരത്തിൽ ഈ ധർമ്മസ്ഥലയിലേക്ക് വരുന്നുണ്ട്. അവരൊരു പക്ഷേ അവിടെ ഒരു പ്രതിഷേധം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ കോൺഗ്രസിന്റെ MLA-മാരുടെ യോഗമുണ്ടായിരുന്നു. ആ MLA-മാരുടെ യോഗത്തിലും മുഖ്യമന്ത്രിയോട് ധർമ്മസ്ഥലയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പല MLA-മാരും ചോദിച്ചു. എത്ര നാൾ ഇങ്ങനെ പരിശോധന തുടരാനാണ്, മാത്രമല്ല എത്ര കുഴിയെടുത്തുള്ള പരിശോധന എന്നുവരെ ഉണ്ടാകുമെന്ന അടക്കമുള്ള ചോദ്യം മുഖ്യമന്ത്രിയോട്, സിദ്ധരാമയ്യയോട് ചോദിച്ചിരുന്നു. അത് ഈ 13ാമത്തെ സ്പോട്ടിലെ പരിശോധന പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് വാങ്ങുകയും അതിനുശേഷം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമെന്നൊരു മറുപടിയാണ് സിദ്ധരാമയ്യ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ ഈ യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു പറയുന്നുണ്ട് 2 സ്പോട്ടുകളിൽ നിന്ന് മാത്രമാണ് ഇതുവരെയും ഈ അസ്ഥികൾ ലഭിച്ചിട്ടുള്ളത്. ഇന്നലത്തെ 13ാമത്തെ സ്പോട്ടിൽ നിന്നും അസ്ഥികൾ ലഭിച്ചിട്ടില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആകെ 16 സ്പോട്ടുകൾ ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 നിന്ന് മാത്രമാണ് അസ്ഥികൾ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ തെരച്ചിലിന്റെ ഒരു ഘട്ടം ഏതാണ്ട് പൂർത്തിയാകാൻ പോവുകയാണ്. ഒരു ഇടക്കാല റിപ്പോർട്ട് SIT ഒരുപക്ഷെ നൽകിയിരിക്കും. ഒപ്പം തന്നെ അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണം കൂടി പുരോഗമിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.